കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും എംപിമാർക്കുമായി അത്താഴ വിരുന്ന് ഒരുക്കി. കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും ലഹരിക്കെതിരെ വലിയ പോരാട്ടം വേണമെന്നും ഗവർണർ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഈ വിരുന്ന് അതിന്റെ സമാപനമായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഉന്മേഷ്, കേരള ഹൗസിലാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കും മുഖ്യമന്ത്രിക്കും വിരുന്ന് സംഘടിപ്പിച്ചത്. എന്റെ പിന്നിൽ കാണുന്ന ഈ കേരള ഹൗസിലായിരുന്നു വിരുന്ന് ഒരുക്കിയത്. അതിനുശേഷം ആ വിരുന്ന് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ വിരുന്നിന് മുൻപായിട്ട് ഗവർണർ എംപിമാരോടും അതുപോലെ മുഖ്യമന്ത്രിയോടും സംസാരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഈ ഐക്യത്തോടൊപ്പം മുന്നോട്ട് പോകുമെന്ന് ഗവർണർ എംപിമാരെ അറിയിച്ചു. കേരളത്തിന്റെ എല്ലാ ആവശ്യത്തിനൊപ്പം താൻ ഉണ്ടാകും. കേന്ദ്ര സർക്കാരുമായുള്ള കൂടിക്കാഴ്ചയിൽ വേണമെങ്കിൽ അതിന്റെ ഭാഗമായും താൻ പങ്കെടുക്കാം എന്ന തരത്തിലാണ് ഗവർണർ ഈ കാര്യങ്ങളിൽ അറിയിച്ചത്. പക്ഷേ ഭൂരിഭാഗം എംപിമാരും ഉന്നയിച്ച ഒരു പ്രശ്നം എന്നുള്ളത് ഈ കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം പ്രതിരോധത്തിലാക്കുന്നു എന്ന വിഷയം. അതായത് കഴിഞ്ഞ കാലം അത്രയും ഭരണപക്ഷം, അതായത് LDF ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രതിരോധം തീർക്കുന്നത്. അത് ഈ ഒരു ഇന്ന് നടത്തിയ അത്താഴ വിരുന്നിൽ ഗവർണറെ അറിയിക്കുകയുണ്ടായി. ഭൂരിഭാഗം എംപിമാരും അത് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. പല പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം ഒരു പിന്തിരിപ്പൻ നയം കാണിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഗവർണറെ അറിയിക്കുകയുണ്ടായി. എന്നാൽ അതിൽ ഒരു സഹിഷ്ണുതയോടെയാണ് ഗവർണർ ആ കാര്യങ്ങളെല്ലാം കേട്ടത്. ഒപ്പം തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും ഈ അത്താഴ വിരുന്നിൽ ക്ഷണമുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇരുവരും ഇതിൽ പങ്കെടുത്തില്ല. അല്ലെങ്കിൽ അതിലും അതൃപ്തിയും ചില എംപിമാർ അറിയിക്കുകയുണ്ടായി. എന്തായാലും അതും സഹിഷ്ണുതയോടെ അദ്ദേഹം കേട്ടു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാം, താൻ കേരളത്തിന്റെ ഭാഗമാണ്, താൻ കേരളത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന രീതിയിൽ ഗവർണർ എംപിമാരെ അറിയിക്കുകയും ചെയ്തു. താൻ ഏത് സംസ്ഥാനത്ത് പോയാലും അവിടുത്തെ ഒരു വ്യക്തിയായി താൻ മാറും എന്നതുകൂടി ഗവർണർ പങ്കുവച്ചതായി എംപിമാർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ലഹരി വലിയ വിപത്തെന്നും വലിയ പോരാട്ടം ഇതിനെതിരെ വേണം, കേരളത്തിൽ അതൊരു പ്രശ്നമായി തന്നെ കാണുന്നുണ്ട് ഗവർണർ. അതിലും ഒരു പോരാട്ടം, അതിനെതിരെ ലഹരിക്കെതിരെ വേണമെന്നുകൂടി ഒരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറിച്ചത് കേരള ടീമിന്റെ ഭാഗമായി ഗവർണർ എന്നതായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു അത്താഴ വിരുന്നിൽ പറഞ്ഞതായും ചില വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും ആ അത്താഴ വിരുന്ന്, ഗവർണർ സംഘടിപ്പിച്ച ആ അത്താഴ വിരുന്ന് പൂർത്തിയായി. അതിനുശേഷം ഗവർണർ അർലേക്കറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും KV തോമസ്, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും ഒരുമിച്ചാണ് കൊച്ചിൻ ഹൗസിലേക്ക് മടങ്ങിയത്. എന്തായാലും അവിടെയും ചില കൂടിക്കാഴ്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരിക്കെതിരെ വലിയ പോരാട്ടം വേണമെന്ന് ഗവർണർ പറഞ്ഞു.